സാംസ്കാരിക സംഗമമാണ്. ഞാനൊരു സാംസ്കാരിക പ്രവർത്തകനുമാണ്. അങ്ങനെ ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ശ്രീ ജോസ് തോമസ്, നമ്മുടെ സംവിധായകൻ, അതുപോലെ RPS ഓഫീസർ CR മഹേഷ്, നമ്മുടെ അവരിങ്ങനെ സ്നേഹത്തോട് ക്ഷണിച്ചു. നാടകോത്സവവും മറ്റ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലൊക്കെ നടക്കുന്നു. അങ്ങനെ ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഞാൻ വന്നത്. അല്ല ഒരു രാഷ്ട്രീയ പരിപാടിയിലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വേദിയിലോ അല്ല. ഏതാ ഒരു തീരുമാനമൊന്നുമില്ല. അങ്ങനെ പലരുമൊക്കെ നമ്മള് പല ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ക്ഷണിക്കുന്നുണ്ട്. അത് അങ്ങനെ ഉണ്ട്. ചർച്ചകളൊന്നും നടന്നിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. അതെ, അത് ഇപ്പൊ ഈ പറഞ്ഞത് തന്നെയാണ്, അഭ്യൂഹങ്ങൾ തന്നെയാണ്. അല്ല, എന്നോട് ഞാനിപ്പോ ഇവിടെ പ്രസംഗിച്ചത് മുഴുവൻ സ്നേഹത്തെക്കുറിച്ചാണ്, മനുഷ്യ സ്നേഹത്തെക്കുറിച്ചാണ്. ഞാൻ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന ആളാണ്. അപ്പൊ എനിക്കതിനകത്ത് ആരോടും എനിക്കൊരു പ്രത്യേക പ്രതിപത്തിയോ വിപ്രതിപത്തിയോ ഇല്ല. അല്ല, മനുഷ്യന് വേണ്ടത് ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ വേണം. അത് എല്ലാ മനുഷ്യരുടെയും സ്വാതന്ത്ര്യമാണ്. തീർച്ചയായും ദേശീയ തലത്തിൽ ഒരു ഏറ്റവും വലിയ ദേശീയ പ്രസ്ഥാനം, അത്രയും വലിയ ഒരു രാഷ്ട്രത്തിന് സംഭാവന നൽകിയ ഒരു മഹാപ്രസ്ഥാനം, അത് ജീർണിച്ചു പോകരുത്. അത് നിലനിൽക്കുക എന്നുള്ളത് രാജ്യത്തിന്റെ ആവശ്യമാണ്. എല്ലാ ജനാധിപത്യ വിശ്വാസികളും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ്. അതൊരു എന്താണ്, ഒരു മറ്റ് പല മതേതരത്തിനെതിരായ ശക്തികൾക്കൊക്കെ എതിരെ ഏറ്റവും നല്ലൊരു രാഷ്ട്രീയ ബദൽ എന്ന് പറയുന്നത് അത് തന്നെയാണ്. എപ്പോഴും ഉണ്ട് ആ തിരിച്ചറിവ്. ഞാൻ അല്ലാതെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതാ ഇടതുപക്ഷവും വലതുപക്ഷവും ഞാനതും പറഞ്ഞില്ല. ഇതെല്ലാം ഈ ഒരു എന്താണ്, ഒരു വർഗീയതയ്ക്കെതിരെ ഒന്നിച്ചു നിന്ന് പോരാടേണ്ട ശക്തികളാണ്. തുല്യ പ്രാധാന്യമുണ്ട്. ദേശീയ തലത്തിൽ അതിന് ഏറ്റവും വലിയ ഒരു സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ ബദൽ അതാണ് കോൺഗ്രസ്. ഏതർത്ഥത്തിലാണ്? ഞാൻ ഈ ഒരു സാംസ്കാരിക പരിപാടിക്ക് പങ്കെടുത്തതാണ്. അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. എന്നെ അവിടെ നിന്ന് മാറ്റിയോ പുറത്താക്കിയോ എന്നുള്ളതല്ല എന്റെ വിഷയം. ആ മാറ്റിയ രീതി, ഒരാളെ ഞാനൊരു 2022 വൈസ് ചെയർമാനായിട്ട് നിയമിതനാകുന്നത്. 2022 അപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് 2024 കാലത്താണ് ചെയർമാനായിട്ട് വരുന്നത്. അപ്പൊ ഏതാണ്ട് ഒരു 3 വർഷത്തിലധികം വൈസ് ചെയർമാനായും ചെയർമാനായും 3 വർഷത്തിലധികം പ്രവർത്തിച്ച ഒരാളാണ്. അങ്ങനെ ഒരാളെ അവിടെ നിന്ന് മാറ്റുമ്പോ അതറിയുന്നത് മാധ്യമങ്ങളിൽ കൂടിയാണോ അറിയേണ്ടത്? അതാണ്, അത് മാധ്യമങ്ങളിൽ കൂടി അറിയേണ്ടി വന്ന ഗതികേടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു കലാപ്രവർത്തകൻ, കുറെ വർഷങ്ങളായി സിനിമാ മേഖലയിലുള്ള ഒരാള്, അപ്പൊ ഞാൻ നൽകിയ സിനിമാ മേഖലയ്ക്ക് വലിയ സംഭാവനകളെ കുറിച്ചൊന്നും പറയണ്ട, അതൊന്നുമില്ല. പക്ഷെ എന്നെ ഗവൺമെന്റ് ഏൽപ്പിച്ച ദൗത്യം വളരെ ഭംഗിയായിട്ടും കൃത്യമായും ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും സത്യസന്ധമായും ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോ ഒന്ന് പറയണ്ടേ, പറഞ്ഞു വിടണ്ടേ? അങ്ങനെ വിട്ടിട്ടില്ല. അത് ഒരു ദിവസം പത്രത്തിലൂടെ ഞാൻ കാണുന്നു, ഞാൻ അവിടെ ഇല്ല. അതാണ് എന്റെ വിഷയം. അല്ലാതെ ഈ എന്നെ അവിടെ നിന്ന് മാറ്റിയത് എന്റെ വിഷയമേ അല്ല. അതല്ല എന്റെ വിഷയം. വിട്ടത് എന്നെ, എന്റെ അഭിമാനത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ് എന്റെ വിഷയം.